What is subconscious mind? How it functions? എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ചിന്തകളുടെ മുകളിൽ ഒരു നിയന്ത്രണമില്ലാതായി പോകുന്നത്? ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന ചില ചോദ്യങ്ങൾ. നമ്മൾ ഹാബിറ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉപബോധ മനസ്സിലാണുള്ളത്. നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മുടെ പേഴ്സണാലിറ്റി തീരുമാനിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രവേശിച്ച് ഒരു മാറ്റം വരുത്താൻ വളരെ വലിയ പ്രയാസവുമാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നു. കുറേ കാലത്ത് പ്രാക്ടീസിന് ശേഷം നമ്മൾ ഡ്രൈവിംഗ് ശീലിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ ഉപബോധ മനസ്സിലാണ് ആ സ്കില്ല് കിടക്കുന്നത്. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ട്രോമ, ഷോക്ക്, അതുപോലുള്ള പലതരത്തിലുള്ള വൈകാരികമായിട്ടുള്ള പല ഇഷ്യൂസും, വളരെ ഡീപ്പായിട്ടുള്ള ഷോക്കുകളെല്ലാം തന്നെ അതിൻ്റെ ഒരു മുറിവ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കും. ഇതാണ് നമ്മുടെ വ്യക്തിത്വത്തെ തീരുമാനിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ചെറുപ്പം മുതലുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു സ്പോഞ്ച് പോലെ ഒപ്പിയെടുത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ടാവും. ഇങ്ങനെയെല്ലാമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പ്രവേശിച്ച് അവിടെ ഒരു മാറ്റം വരുത്താൻ അത്ര എളുപ്പമല്ല. നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മുകളിലുള്ള കൺട്രോളും വളരെ കുറവാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും ബോധ മനസ്സുകൊണ്ടാണ്. എങ്കിലും ഈ ബോധ മനസ്സ് നമ്മുടെ ഉപബോധ മനസ്സ് തമ്മിൽ ഒരു മതിലുണ്ട് എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. അതായത് നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ അത്ര എളുപ്പമല്ല. ബോധ മനസ്സുകൊണ്ട് ഉപബോധ മനസ്സിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധ്യമല്ല. നമുക്ക് വരുന്ന ഓട്ടോമാറ്റിക്കായിട്ടുള്ള തോട്ട്സുകൾ, കൺട്രോളബിൾ ആയിട്ടുള്ള തോട്ട്സുകൾ, ഇതെല്ലാം തന്നെ അതിൻ്റെ ഒറിജിൻ വരുന്നത് ഉപബോധ മനസ്സിലാണ്. നമുക്ക് മുമ്പുണ്ടായിട്ടുള്ള ഷോക്കുകളോ ട്രോമകളോ അതുപോലുള്ള ഇമോഷണലായിട്ടുള്ള സെറ്റ് ബാക്സ്, അത് വളരെ ആഴത്തിൽ കിടക്കുന്ന സമയത്ത് ഉപബോധ മനസ്സെന്ന് ആ ചിന്തകൾ, അതിൽ നിന്നാണ് ആ ചിന്തകൾ ഉണരുന്നത്. അതുകൊണ്ടാണ് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. കാരണം ഉപബോധ മനസ്സിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അവിടെ നമുക്ക് കാര്യമായുള്ള മാറ്റം വരുത്താനോ നമുക്കത് കൺട്രോൾ ചെയ്യാനോ സാധ്യമല്ല. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ, ഇതിൻ്റെ വേരുകൾ, ഈ തോട്ട്സ് വരുന്ന വേരുകൾ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അവിടെ നമ്മളത് കട്ട് ചെയ്യാതെ നമുക്കൊരിക്കലും ഇതിൽ നിന്നൊരു മോചനം സാധ്യമല്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മുകളിൽ കൺട്രോൾ നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പോടുകൂടി അത് ഹീലിങ്ങിൽ നമുക്ക് ആ വേരുകൾ അറുത്തു മാറ്റുകയും അത് ദുർബലമാക്കുകയും ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത്തരം ചിന്തകളുടെ ശക്തി നഷ്ടപ്പെടുകയും നമുക്ക് ജീവിതത്തിൽ ഒരു കൺട്രോൾ തിരിച്ചു കിട്ടുകയും ചെയ്യും.